അല്പം അധികം പ്രാർത്ഥിക്കുന്നവർ, ഒന്ന് കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവർ, പള്ളിയോട് പ്രാർത്ഥനകളോട് ചേർന്ന് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചേക്കണേ. ഒരിക്കലും ഞാൻ എന്തോ മെച്ചമാണെന്നൊരു തോന്നൽ തലേ കയറിയേക്കരുത്. അത് കയറുന്ന ദിവസം ഈ അപകടം വരികയാണ്. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും കൊന്തയില്ലിട്ടും, ഇത്രയും ബൈബിൾ വാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടും, ഇത്രയും മുട്ടുമ്മ നിന്നിട്ടും, ആ തഴമ്പെല്ലാം മുട്ടേ വന്നിട്ടും, ഇത്രയും കൈവിരിച്ച് പിടിച്ചിട്ടും എന്താ ആ മേഖല ശരിയാകാത്തത്? നമുക്ക് പറ്റുന്ന അപകടമാണ്. കർത്താവ് എന്താ ഇവരെ ഒന്നും ചെയ്യാത്തത്? നമ്മുടെ പലരുടെയും സങ്കടമല്ല. ഇവനൊക്കെ ഈ കുരുത്തക്കടെല്ലാം കാണിച്ചിട്ടും ഇവനെന്താ ഒരു ശിക്ഷയും കിട്ടാത്തത്? ഇവനൊക്കെ ഇങ്ങനെ വളർന്ന് പോവുകയാണല്ലോ. കർത്താവിന്റെ കരുണയ്ക്ക് അതിര് നിശ്ചയിക്കാൻ നീ ആരാണ്? മാനസാന്തരപ്പെട്ടു നന്നായെന്നൊക്കെ പറയുന്നതേ ഉള്ളൂ, അകത്തെ മുറിവുണങ്ങിയിട്ടില്ല. കരുണ സ്വീകരിച്ചവൻ കരുണ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് മാനസാന്തരം പൂർത്തിയാകുന്നത്. സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരാളെ നിങ്ങളൊന്ന് വിളിച്ചൊരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ അതിലൊരു കരുണയുണ്ട്. ഇത്രേ കാലം പ്രാർത്ഥിച്ചത് കർത്താവേ എനിക്കത് തരണേ ഇത് തരണേ എന്നല്ലേ? ഏറ്റവും വലിയ നിധി നമുക്ക് ചോദിക്കാം. പിതാവേ എനിക്ക് അങ്ങയുടെ ഹൃദയം തരണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിനിവേ യാചനയോട് ചേർന്ന് 3 നോമ്പിൻ്റെ ഈ നാളുകളിൽ നമ്മൾ നടത്തുന്ന ധ്യാനം തേഷുവ, ദ റിട്ടേൺ ടു ദ ഫാദേഴ്സ് ഹോം, പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ നടത്തുന്ന ഈ മടക്കയാത്ര, തേഷുവ ധ്യാനത്തിൻ്റെ 3-ാം നാളിലേക്ക്, സമാപന എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നിയ 1-2 കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഒന്ന്, ഒട്ടനവധി പേര് ഹോംവർക്കുകൾ ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അച്ഛാ ഞങ്ങൾ ഹോംവർക്ക് ചെയ്തു. ഇന്ന് രാവിലെയും കൂടെ വിളിച്ചൊരാൾ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ അവിടെ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്തിട്ട് യോന പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം പോയി വായിച്ചു. ശരിയാണ്, 2nd എപ്പിസോഡിൻ്റെ ഹോംവർക്ക് അതായിരുന്നു, യോന 3-ാം അധ്യായം വായിക്കാനായിരുന്നു. എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. അത് വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ജോബിൻ്റെ പുസ്തകം വായിക്കാൻ ഇൻസ്പിറേഷൻ കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനൊരു കാര്യം, പക്ഷെ വലിയ കാര്യമല്ലേ? അതായത് ഞാൻ തുടക്കമിട്ടത് അല്ലെങ്കിൽ ഒന്ന് തുറന്നു തന്നത് ബാക്കി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് പോയി ജോബിൻ്റെ പുസ്തകം കൂടെ വായിച്ചിട്ടാണ് അച്ചോ ഞാൻ പിന്നെ ബാക്കി ടോക്ക് കേട്ടത്. നല്ല കാര്യം. പിന്നെ വേറെ ഒരു ഫീഡ്ബാക്ക് നന്നായിട്ട് ആളുകൾ പറഞ്ഞത്, നിങ്ങളതിനെ ടേക്കപ്പ് ചെയ്തതിനെ ഞാനും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതായത് ചില വാക്കുകൾ, നിനിവേ വയലൻസ് ഞങ്ങൾക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു. ഒപ്പം തന്നെ പലരും ആ പ്രാർത്ഥന ആവർത്തിക്കുന്നത് ഞാൻ അറിഞ്ഞു. ഫാദർ, ഐ റിട്ടേൺ ബിക്കോസ് യു ആർ ഗുഡ്. പിതാവേ ഞാൻ തിരികെ വരുന്നു, കാരണം നീ നല്ലവനാണ്. എൻ്റെ തിരികെ വരവിൻ്റെ കാരണം ഞാൻ നല്ലവനായതുകൊണ്ടല്ല, നീ നല്ലവനാണ് എന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങളിതിനെ, ഈ തേഷുവ ധ്യാനത്തെ സ്വീകരിക്കുന്നതിനെ, അതിൻ്റെ കൂടെ ആയിരിക്കുന്നതിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇന്ന് അവസാന ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ടോക്കിന് മുമ്പ് ഇവിടെ വെച്ച് പോസ്റ്റ് ചെയ്ത് വായിക്കേണ്ടത് യോന പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായമാണ്. യോന 4-ാം അധ്യായം. അതിനോട് ചേർന്ന് അധികം താല്പര്യമുള്ളവർക്ക് മത്തായി സുവിശേഷം 18-ാം അധ്യായം, ലൂക്ക 6-ാം അധ്യായം, 2 കോരിന്തോസ് 5-ാം അധ്യായം, ഇതൊക്കെ പറ്റുന്നത് പോലെ സമയമുള്ളവർ വായിച്ചാൽ നല്ലത്. അതായത് നമ്മൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഫോക്കസ് എന്തെന്നറിയാമോ? ഇന്നത്തെ ടോക്കിൻ്റെ മെയിൻ കാര്യം ഇതാണ്: റിപ്പൻറ്റൻസ് മസ്റ്റ് റീച്ച് ദ ഹാർട്ട്. ഈ മാനസാന്തരം ഒരു ഉപരിതലത്തിൽ, ബാഹ്യതലത്തിൽ നിൽക്കേണ്ട ഒന്നല്ല, മറിച്ച് അത് ഹൃദയത്തിൽ സംഭവിക്കണം. ഹൃദയത്തിൽ സംഭവിച്ചില്ലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മാനസാന്തരപ്പെട്ടതുപോലെ തോന്നിപ്പിക്കും. കാണുന്ന ആർക്കും തോന്നും മാനസാന്തരം നടന്നു. പക്ഷേ ഉണ്ടല്ലോ, ആ കയ്പ് അകത്ത് ശേഷിക്കും, ഒരു ബിറ്റർനെസ് അകത്ത് ശേഷിക്കും. യോനായ്ക്ക് അതല്ലേ സംഭവിച്ചത്? നിനിവേ നിവാസികൾ മുഴുവൻ മാനസാന്തരപ്പെട്ടു, ദൈവകരുണ അനുഭവിച്ചു. പക്ഷെ യോനായുടെ ഉള്ളിൽ ഒരു കയ്പ് കിടക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ നടന്നില്ലല്ലോ, അതൊരു കയ്പായിട്ട് അവിടെ കിടക്കുന്നു. നമുക്ക് പലർക്കും അങ്ങനെ ഒന്നുണ്ട്. മാനസാന്തരമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ ഒരു കയ്പ് അവിടെ ശേഷിക്കുന്നുണ്ട്. അതിന് നമുക്ക് തിരുത്തണം. ആ ആഗ്രഹത്തോടെ വേണം നമ്മൾ ഇന്ന് ധ്യാനത്തിലേക്ക് പ്രവേശിക്കണം. അതായത് ഈ നോമ്പുണ്ടല്ലോ, ഈ 3 നോമ്പ്, ഇനിതാ വരാൻ പോകുന്ന 50 നോമ്പ്, ഇവിടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് കേവലം നമ്മൾ പാപത്തിൽ നിന്ന് തിരിയുന്നു എന്നത് മാത്രമല്ല, നമ്മൾ 1-2 പാപങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നത് മാത്രമല്ല, മറിച്ച് പിതാവിൻ്റെ ഹൃദയം സ്വന്തമാക്കണം. കരുണയുള്ള പിതാവിൻ്റെ ഹൃദയം സ്വന്തമാക്കുന്ന അനുഭവമാണ് മാനസാന്തരം. അതാണ് ക്ലൈമാക്സ്. പാപം ഉപേക്ഷിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു ഘട്ടം മാത്രമാണ്. പിതാവിൻ്റെ ഹൃദയം സ്വന്തമാക്കണം. പിതാവ് എന്താണോ, കരുണയുള്ള പിതാവ് ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കാൻ പാകത്തിൽ നമ്മുടെ ഹൃദയം രൂപപ്പെടണം. ഇത്രയുമൊക്കെ ആമുഖം പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തകളിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തത്, യോന പ്രവാചകൻ്റെ പുസ്തകം
4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. യോന അസംതൃപ്തൻ, കുപിതൻ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, വല്ല കാര്യമുണ്ടോ, ഞാൻ അവൾ മര്യാദയ്ക്ക്, എനിക്കറിയാമായിരുന്നു ഇതൊക്കെ ഇങ്ങനെ അവസാനിക്കത്തുള്ളൂ, ഇതുങ്ങൾ നന്നാകും, അപ്പോൾ പിതാവ് കരുണ കാണിക്കും, പിന്നെ ഞാൻ വെറും പൊട്ടനാകും. ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ. ഇന്നലെ നമ്മൾ നിനിവേ വയലൻസ് കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിനിവേ വയലൻസ് കണ്ടെത്തണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഒരു ചെറിയ ഫ്രേസ് പറഞ്ഞു തരാം, നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യണത്. എന്തെന്നറിയാമോ അത്? ദ അൺകൺവേർട്ടഡ് സോങ്. ദ അൺകൺവേർട്ടഡ് സോങ്. ദ അൺകൺവേർട്ടഡ് സോങ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്. മാറാത്ത ഒരു മേഖല, മാനസാന്തരം വരാത്ത ഒരു മേഖല യോനായ്ക്ക് സംഭവിച്ചതുപോലെ. ആ മേഖല എ കൈൻഡ് ഓഫ് സ്പിരിച്വൽ പ്രൈഡാണ്, ആത്മീയ അഹങ്കാരത്തിൻ്റെ മേഖലയാണത്. അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ സെൻറ്റൻസിൽ അത് കൃത്യം നിങ്ങൾക്ക് മനസ്സിലാകും, ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഐ വോണ്ട് മേഴ്സി ഫോർ മീ ബട്ട് ജസ്റ്റിസ് ഫോർ ദം. കേട്ടു നോക്കിക്കേ, ഐ വോണ്ട് മേഴ്സി ഫോർ മീ ബട്ട് ജസ്റ്റിസ് ഫോർ ദം. എനിക്ക് കരുണ കിട്ടണം, പക്ഷെ അവർക്ക് നീതി. അപ്പം നീതിയുടെ ഭാഗമായിട്ട് എന്തും കൂടെ വരും? ശിക്ഷ. എനിക്ക് കരുണ, ഞാൻ കർത്താവിൻ്റെ കരുണയൊക്കെ അനുഭവിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം, പക്ഷെ അവരുടെ മേൽ കർത്താവിൻ്റെ നീതി നടപ്പിലാക്കണം എന്നാഗ്രഹിക്കുന്ന ആത്മീയ അഹങ്കാരം, ഞാനെന്തോ മെച്ചമാണെന്ന് ചിന്തിക്കുന്ന ആത്മീയരുടെ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ ഈ കാലത്ത്. അല്പം അധികം പ്രാർത്ഥിക്കുന്നവർ, ഒന്ന് കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവർ, പള്ളിയോട് പ്രാർത്ഥനകളോട് ചേർന്ന് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചേക്കണേ. ഒരിക്കലും ഞാൻ എന്തോ മെച്ചമാണെന്നൊരു തോന്നൽ തലേ കയറിയേക്കരുത്. അത് കയറുന്ന ദിവസം ഈ അപകടം വരികയാണ്. സ്പിരിച്വൽ പ്രൈഡ്, ആത്മീയ അഹങ്കാരം, ആരും ആരേക്കാൾ മെച്ചമാണെന്ന് വിചാരിക്കാതിരിക്കുക. ഇന്നതുണ്ട്. ചിലരുടെയൊക്കെ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്കൂടെ സങ്കടം വരും. ഞാൻ അങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ മേന്മ നടിക്കുന്നവർ. ആ ഡയലോഗ് കേൾക്കുമ്പോൾ പഴയ ഫരിസേയൻ്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. പള്ളിക്കകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഈ ചുങ്കക്കാരനെ പാപിയെ പോലെയൊന്നുമല്ല, ഇവന്മാരെ പോലെ ഞാനിങ്ങനെ കറങ്ങി നടക്കുമോ, ഞാൻ ഈ ഉഴപ്പൊന്നും കാണിക്കുമോ, ഞാൻ വെള്ളം അടിക്കത്തില്ല, ഞാനൊരു ചീത്ത പരിപാടിക്കും പോകുന്നില്ല. അത് പറഞ്ഞു മെല്ലെ ഒരു ആത്മീയ അഹങ്കാരം തലേ കയറുകയാണ്, സ്പിരിച്വൽ പ്രൈഡ്. അത് ദ അൺകൺവേർട്ടഡ് സോണായിട്ട് കിടക്കുക. ആ മേഖലയിൽ മാറ്റം വന്നിട്ടില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. ഇത്രയും പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും കൊന്തയെല്ലിയിട്ടും, ഇത്രയും ബൈബിൾ വാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ടും, ഇത്രയും മുട്ടുമ്മ നിന്നിട്ടും, ആ തഴമ്പെല്ലാം മുട്ടേ വന്നിട്ടും, ഇത്രയും കൈവിരിച്ച് പിടിച്ചിട്ടും എന്താ ആ മേഖല ശരിയാകാത്തത്? ദാറ്റ് ഈസ് യുവർ അൺകൺവേർട്ടഡ് സോങ്. ദ അൺകൺവേർട്ടഡ് സോങ്, സ്പിരിച്വൽ പ്രൈഡ്. ചില വാക്യങ്ങൾ നോട്ട് ചെയ്തു. 1 കൊറിന്തോസ് 10:12. 1 കൊറിന്തോസ് അത്യാവശ്യമൊക്കെ പ്രാർത്ഥനയും ദൈവവിചാരവും ഒക്കെ ഉള്ളവർ ഗൗരവത്തോടെ കുറിച്ചിടേണ്ട വാക്യമാണ്. 1 കൊറിന്തോസ് 10:12. 1 കൊറിന്തോസ്, ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. ആകയാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിൽക്കുന്നതിൽ മേന്മ നടിക്കരുതെന്ന്. നിൽക്കുന്നെങ്കിൽ ദൈവകൃപയാണ്. നിൽക്കുന്നതിൽ അഭ്രമിക്കരുത്, വീഴ്ച ചാരത്തുണ്ട്. നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. അടുത്തത് റോമാലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. ഇങ്ങനെയാണത്: അല്ലയോ മനുഷ്യ, നീ ആര് തന്നെ ആയാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അപരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യുന്നു. ഡോണ്ട് ജഡ്ജ് അതേഴ്സ്. ഡോണ്ട് ജഡ്ജ് അതേഴ്സ്. അവിടെയാണ് ഈ യോനായിക്ക് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മനസ്സിലാക്കുന്നത്. യോനായും ആ ചെടിയുമായിട്ടുള്ള എപ്പിസോഡില്ലേ, അതിനുശേഷം വായിച്ചു വരുമ്പോൾ നിങ്ങളിത് യോന 4-ാം അധ്യായം വായിച്ചിട്ടാണ് വന്നെങ്കിൽ അറിയാം. യോന ഇങ്ങനെ തളർന്നു കുത്തി ഇരിക്കുമ്പോൾ ഒരു ചെടി കിളുത്തു. ആ ചെടിയിൽ യോന സന്തോഷിച്ചു. അത് കണ്ടിട്ട് കർത്താവ് എന്ത് ചെയ്തു? ചെടിയെ കരിച്ചു കളഞ്ഞു. ഉടനെ യോനായിക്ക് രോഷം തിളച്ചു. എന്ത് മര്യാദകേടാണോ കർത്താവെ താൻ ഈ കാണിച്ചത്? ആ ചെടി എന്ത് ദ്രോഹം ചെയ്തു? അപ്പൊ കർത്താവ് പറയുക, യോനടാ, ഒരു ദിവസം മാത്രം പഴക്കമുള്ള ചെടിയോട് നിനക്ക് അനുകമ്പ തോന്നി, എന്നിട്ട് അങ്ങനെയെങ്കിൽ ഈ ജനത്തോട് എനിക്ക് അനുകമ്പ തോന്നാൻ പാടില്ലെന്നോ? എൻ്റെ കരുണയെ ചോദ്യം ചെയ്യാൻ നീ ആര്? യോനയുടെ സങ്കടം അതാ. യോനയുടെ സങ്കടം, കർത്താവ് എന്താ ഇവന്മാരെ ശിക്ഷിക്കാഞ്ഞത്? കർത്താവിനെ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും? കർത്താവ് കരുണയുള്ള ദൈവമല്ലേ. കർത്താവിൻ്റെ കരുണയെ അളക്കാൻ നിൽക്കരുത്. നമുക്ക് പറ്റുന്ന അപകടമാണ്. കർത്താവ് എന്താ ഇവരെ ഒന്നും ചെയ്യാത്തത്? നമ്മുടെ പലരുടെയും സങ്കടമല്ല. ഇവനൊക്കെ ഈ കുരുത്തക്കടെല്ലാം കാണിച്ചിട്ടും ഇവനെന്താ ഒരു ശിക്ഷയും കിട്ടാത്തത്? ഇവനൊക്കെ ഇങ്ങനെ വളർന്ന് പോവുകയാണല്ലോ. കർത്താവിൻ്റെ കരുണയ്ക്ക് അതിര് നിശ്ചയിക്കാൻ നീ ആരാണ്? കർത്താവിൻ്റെ കരുണയെ വിലക്കാൻ നിൽക്കുമ്പോൾ നീ യോന കളിക്കുകയാണെന്ന് ഓർക്കണേ. കർത്താവിൻ്റെ കരുണയെ പരിമിതപ്പെടുത്താൻ
പോകരുത്. കർത്താവ് ചോദിക്കുന്നത്, ഷുഡ് ഐ നോട്ട് പിറ്റി നിനിവേ? നിനക്ക് ആ ചെടിയോട് അനുകമ്പ തോന്നിയെങ്കിൽ എനിക്ക് നിനിവയോട് കരുണ കാണിക്കാൻ പാടില്ലെന്നുണ്ടോ എന്നാണ് കർത്താവിൻ്റെ ചോദ്യം. അതായത് ഇന്ന് നമ്മൾ ഈ അവസാനത്തെ എപ്പിസോഡിൽ പറഞ്ഞു നിർത്താൻ പോകുന്ന കാര്യം എന്നറിയാമോ? ഈ റിപ്പൻറ്റൻസ്, മാനസാന്തരത്തിൻ്റെ യാത്രയുടെ അവസാനം ഏത് വാക്കായിരിക്കണം? ഓർത്തു വെച്ചേ, മാനസാന്തരത്തിൻ്റെ യാത്രയുടെ അവസാനം മേഴ്സി, കരുണയാകണം. മാനസാന്തരം അർത്ഥവത്തായോ നമ്മുടെ ജീവിതത്തിൽ? അത് മനസ്സിലാക്കേണ്ടത് കരുണ ഉള്ളിൽ നിറഞ്ഞോ? ദൈവ കരുണ അനുഭവിച്ചവർ ആ കരുണ ഉള്ളിൽ നിറച്ച് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുമ്പോഴാണ് മാനസാന്തരം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുന്നത്. If we receive forgiveness and refuse to forgive, we remain unhealed. ദൈവകരുണ സ്വീകരിച്ചിട്ട് കർത്താവിൻ്റെ ക്ഷമ സ്വീകരിച്ചിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ, കരുണ കാണിക്കാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് യു റിമെയിൻ അൺഹീൽഡ്. നീ ഇപ്പോഴും നിൻ്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. മാനസാന്തരപ്പെട്ടു നന്നായെന്നൊക്കെ പറയുന്നതേ ഉള്ളൂ, അകത്തെ മുറിവ് ഉണങ്ങിയിട്ടില്ല. കരുണ സ്വീകരിച്ചവൻ കരുണ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് മാനസാന്തരം പൂർത്തിയാകുന്നത്. കർത്താവ് നിന്നോട് ക്ഷമിച്ചെങ്കിൽ നീ മറ്റുള്ളവരോടും ക്ഷമിക്കാൻ തുടങ്ങുക. അതുകൊണ്ട് കരുണയാണ് മാനസാന്തരത്തിൻ്റെ ക്ലൈമാക്സ് എന്നോർത്തേക്കണേ. ഞാൻ കർത്താവിലേക്ക് തിരിഞ്ഞോ, ഞാൻ നന്നായോ, തീർന്നില്ല. നിന്നിൽ ആ കരുണ നിറഞ്ഞോ, നീ കരുണ കൊടുക്കാൻ തുടങ്ങിയോ. അത്രയുമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ഒരു കാര്യം കൂടെ, ഒരു വിഷയം കൂടെ കേൾക്കാനും പഠിക്കാനും ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പറയാം. ഈ യോനായും ഈശോയും തമ്മിൽ ഇങ്ങനെ സാമ്യങ്ങൾ കണ്ടുപിടിക്കാം, സാമ്യവും വ്യത്യാസവും. എവിടൊക്കെയാണ്? ഒരു 3-4 കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ യോനായും ഈശോയും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം. പ്രോട്ടോടൈപ്പാണ്. യോന അവൻ്റെ ദൗത്യത്തിൽ നിന്ന് ഓടി അകന്നവനാണ്. ഈശോയാകട്ടെ അവൻ്റെ മിഷനെ, അവൻ്റെ ദൗത്യത്തെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചവനാണ്. യോന അവൻ പ്രഘോഷിച്ചത് മടിയോടെയാണ്. യോന പ്രീച്ച്ഡ് വിത്ത് റിലക്റ്റൻസ്, മടിയോടെയാണ് പ്രഘോഷിച്ചത്. ഈശോയോ കരുണയോടെയാണ് പ്രഘോഷിച്ചത്. യോനായുടെ ശൈലി കോപമാണ്, കർത്താവാകട്ടെ കരുണയുടെ ആൾരൂപമായിരുന്നു. യോനായുടെ പ്രഘോഷണം നിനിവേയ്ക്ക് രക്ഷ നൽകിയെങ്കിൽ ഈശോയുടെ പ്രഘോഷണം ലോകം മുഴുവനും രക്ഷയായിട്ട് മാറി. അപ്പോൾ ഈ പ്രഘോഷണവും അതിൻ്റെ തുടർന്നുള്ള മാനസാന്തരത്തിൻ്റെ ക്ലൈമാക്സ് കരുണ. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. കരുണ അനുഭവിച്ചൊരു ജനം ജീവിക്കേണ്ട ഒരു ജീവിത രീതിയുണ്ട്. അത് നിങ്ങൾ വായിക്കേണ്ടത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. നമ്മളിലെ മാനസാന്തരം പൂർണ്ണമായോ എന്നറിയാൻ ഈ 4-5 വാക്കുകൾ നോട്ട് ചെയ്ത് വെച്ചേക്ക്. അത് ഈ അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. ആദിമ സഭ അപ്പം മുറിക്കൽ, പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന എന്നിവയിൽ ഒരുമിച്ചിരുന്നു, അവർ ആനന്ദത്തോടെ ജീവിച്ചു എന്നൊക്കെ പറയുന്ന ഭാഗമില്ലേ. അപ്പം ഈ 4-5 വാക്കുകൾ നമ്മളിൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രൂഫ് ദാറ്റ് യുവർ റിപ്പൻറ്റൻസ് ഇസ് ട്രൂ ആൻഡ് ജെനുവിൻ. ഏതൊക്കെയത്? 1, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 2, പരിശുദ്ധ കുർബാനയിലേക്ക് തിരിച്ചു വന്നു. 3, ഫെലോഷിപ്പ്, കൂട്ടായ്മയിലേക്ക് തിരിച്ചു വന്നു. 4, ജനറോസിറ്റി, പങ്കുവെക്കാൻ തുടങ്ങിയോ? നീ ഉള്ളത് പങ്കുവെക്കാൻ തുടങ്ങിയോ? 5-മത്തത് ജോയ്, ആനന്ദം അനുഭവിക്കുന്നുണ്ടോ? ഈ 5 കാര്യങ്ങൾ വെച്ച് വിലയിരുത്തണം നമ്മുടെ മാനസാന്തരം പൂർണ്ണമായിരുന്നോ. ഒരു പാപം ഉപേക്ഷിക്കുന്നത്, ചാക്കൊടുത്ത് ചാരം പൂശുന്നത്, ഉപവാസം എടുക്കുന്നത് മാത്രമല്ല മാനസാന്തരം. അതൊക്കെ അതിൻ്റെ മാർഗമാണ്. അതിൻ്റെ അവസാനം ഇങ്ങനെ ഒരു ജീവിത ശൈലി ജീവിക്കണം. പരിശുദ്ധ കുർബാനയിലേക്ക്, ഒപ്പം പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ജനറോസിറ്റി, പങ്കുവെക്കലിലേക്ക്, ആനന്ദത്തിലേക്ക് തിരിച്ചു വരണം. കഴിഞ്ഞു നമ്മുടെ തേഷുവാധ്യാനം. ഹോംവർക്കുകളുണ്ട്. ഹോംവർക്കുകൾ ഒരു 3-4 എണ്ണം ഉണ്ട്. അവസാനത്തെ ധ്യാനത്തിന് പോലും സമാധാനം തരികയിലെ അച്ചു എന്ന് ചോദിക്കരുത്. പക്ഷെ ഒരു 4 ഹോംവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ എന്ന് വെക്കാം. 1-മത്തത് വായിക്കേണ്ട ഭാഗങ്ങൾ യോന 4-ാം അധ്യായം, ഒപ്പം മത്തായി 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അത് വായിച്ചു വെച്ചേക്ക്. അടുത്തത്, നിങ്ങൾക്ക് ക്ഷമിക്കാൻ ബാക്കിയുള്ളവരെ ഓർത്ത് ഇനി 7 ദിവസം വെച്ച്, ഇന്നലെ നമ്മൾ ആ 7 ദിവസത്തിൻ്റെ കണക്ക് പറഞ്ഞില്ലേ, 7 ദിവസം ഒരാൾ, നിങ്ങൾക്ക് ക്ഷമിക്കാൻ ബാക്കിയുള്ള ഒരാളെ ഓർത്തേ, ആ ഒരാൾക്ക് വേണ്ടി ഇനിയുള്ള 7 ദിവസം പ്രാർത്ഥിക്കണം. കർത്താവേ അവരെ അനുഗ്രഹിക്കണമേ, ലോർഡ് ബ്ലസ് ദം. ഇത് പറയുമ്പോൾ തന്നെ ചിലരുടെയൊക്കെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആരെ ഓർത്താണിത് പ്രാർത്ഥിക്കേണ്ടതെന്ന്. 7 ദിവസം അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അടുത്തത്, ഒരു കരുണയുടെ പ്രവൃത്തി ചെയ്യണം. ഒരു കരുണയുടെ പ്രവൃത്തി ഈ തേഷുവ ധ്യാനത്തിൻ്റെ ടെയിൽ എൻഡായിട്ട് നിങ്ങൾ ചെയ്യണം.
അപ്പോൾ എന്താണ് എന്നെക്കൊണ്ട് ഇപ്പോൾ ചിലർ ചിന്തിക്കും, ചില അമ്മമാരൊക്കെ അച്ഛാ ഞാൻ ഈ മുറിക്കാതിരിക്കുന്ന ഞാൻ എന്ത് കരുണ ചെയ്യാനാണ്? ഞാനൊരു 4-5 കരുണ ചെയ്യാനുള്ള വഴികൾ പറഞ്ഞു തരട്ടെ. നേരെ വാക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ, നീട്ടി പറയുന്നില്ല. 1, എ വിസിറ്റ്, ഒരു സന്ദർശനം നടത്താൻ പറ്റുമോ? അതിൽ കരുണയുണ്ട്. 2, ഒരു കോൾ, ഒരു ഫോൺ കോൾ വിളിക്കാൻ പറ്റുമോ? അതിലൊരു കരുണയുണ്ട്. 3, ഒരു സഹായം ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അതിലൊരു കരുണയുണ്ട്. 4, ഗീഫ്, ആർക്കെങ്കിലും എന്തെങ്കിലും നൽകാൻ പറ്റുമോ? അതിൽ കരുണയുണ്ട്. 5, എൻകറേജ്, കുടുംബത്തിലോ ചുറ്റുമുള്ള ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാവോ? എൻകറേജ്, അതിനകത്തൊരു കരുണയുണ്ട്. ഇനി ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ 6, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? അതിലും ഒരു കരുണയുണ്ട്. ഈ 6 രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കരുണ ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ വിചാരം പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കുന്നത് മാത്രമാണ് കരുണയെന്നാണ്. അല്ല, പൊതിച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കുന്നതല്ല, അത് ഒരു എക്സ്പ്രഷനാണ്. ഇങ്ങനെയും ചെയ്യാൻ നമുക്ക് കരുണ. ഈ 6 ഓർത്ത് വെച്ചേക്ക്. ഐദർ എ വിസിറ്റ്, ഒരു വീട്ടിൽ ചെന്ന് കയറുന്നതിൽ കരുണയുണ്ട്. 2, ഒരു ഫോൺ കോൾ, സംസാരിക്കാൻ ആരുമില്ലാത്ത ഒരാളെ നിങ്ങളൊന്ന് വിളിച്ചൊരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ അതിലൊരു കരുണയുണ്ട്. 3, സഹായം ചെയ്യുമ്പോൾ, അതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതി, കരുണയുണ്ട്. 4, ഉള്ളതിൻ്റെ പങ്ക് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് കരുണയുണ്ട്. 5, ഒരു പ്രോത്സാഹനം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒത്തിരി പേരുണ്ടെന്നേ. കഴിവുണ്ടോ എന്ന് സംശയത്തിൽ നിൽക്കുന്നവരുണ്ട്. അവരോട് നീ പറയുകയാണ് നന്നായിരിക്കുന്നു, അത് കരുണയാണ്. ആ നന്നായിരിക്കുന്നുള്ള വാക്ക് അവരെ വളർത്തും, കരുണ കാണിക്കാം. 6, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയിൽ കരുണയുണ്ട്. ഒരു ഹോംവർക്കും കൂടെ, മിഷൻ ഏൽപ്പിക്കുകയാണ്. ഈ തേഷുവ ധ്യാനം കൂടിയ കുറേ അധികം പേര്, ആയിരങ്ങൾ ഇതിനകത്ത് പങ്കെടുത്തു ഈ ദിവസങ്ങളിൽ. നിങ്ങൾക്ക് ഒരു മിഷൻ തരാം, എ മിഷൻ ഡിസിഷൻ. ഒരാളെ കർത്താവിലേക്ക് കൊണ്ടുവരാമോ? കുമ്പസാരം മുടങ്ങി നിന്ന, പള്ളി കയറാതിരുന്ന ഒരാളെ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങി അവരെ മെല്ലെ പള്ളിയിലേക്ക്, കുമ്പസാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങളും യോനായുടെ വഴിയെ നടക്കാൻ പോവാണ്. ഒരു ദൗത്യം ഏറ്റെടുക്കാൻ പോവാണ്. അതിന് കഴിയട്ടെ. ഒരു നിനിവേ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. നിനിവേ ഒരു വ്യക്തിയാകാം, ഒരു കുടുംബമാകാം. ഒരു നിനിവേ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഒരു മിഷൻ ഫുൾഫിൽ ചെയ്യാൻ ഒരുങ്ങുക. ഇന്നത്തെ പ്രാർത്ഥന, നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥനയാണ് അവസാനിപ്പിച്ചത്. ഇന്നത്തെ പ്രാർത്ഥന, ഫാദർ ഗിവ് മീ യുവർ ഹാർട്ട്, ഫാദർ ഗിവ് മീ യുവർ ഹാർട്ട്. ഇത്രയും കാലം പ്രാർത്ഥിച്ചത് കർത്താവേ എനിക്കത് തരണേ ഇത് തരണേ എന്നല്ലേ. ഏറ്റവും വലിയ നിധി നമുക്ക് ചോദിക്കാം, പിതാവേ എനിക്ക് അങ്ങയുടെ ഹൃദയം തരണമേ. ഫാദർ ഗിവ് മീ യുവർ ഹാർട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായി ഈശോ മിശിഹായേ, തേഷുവ ധ്യാനത്തിൽ പങ്കെടുക്കാൻ നീ ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ 3 ദിവസം ഞങ്ങളോടൊപ്പം ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് ഈ ധ്യാനം ഞങ്ങൾ ഒരുമിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നു, ഫാദർ ഗിവ് മീ യുവർ ഹാർട്ട്. പിതാവേ ഞങ്ങൾക്ക് അങ്ങയുടെ ഹൃദയം തരണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.